നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചില്ലേ? അതായത് 11 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 3 മണി വരെയുള്ള സമയത്ത് വെയിൽ കൊള്ളരുന്ന് പ്രത്യേകം പറഞ്ഞിട്ടോ. എന്താ ചൂട് ഇങ്ങനെ കൂടണല്ലേ? എന്താണ് അപ്പൊ അത് ചൂട് ഇങ്ങനെ കൂടിയാൽ നമ്മൾ എന്താ ചെയ്യാന്നല്ലേ നിങ്ങൾ ചോദിക്കണേ? അതിനുള്ള പോംവഴിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത്. ശ്രദ്ധിച്ച കേട്ടോ. നമുക്ക് ഈ സമയത്ത് ഉപയോഗിക്കേണ്ട ആയുർവേദ ഔഷധ ദ്രവ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയണം. അതുപോലെ ചില പഴങ്ങള്, ചില പച്ചക്കറികള്, അതുപോലെ കുടിക്കാനായിട്ടുള്ള ചില പാനജലങ്ങള്. ഈ കാലഘട്ടത്തിൽ ഈ ചൂട് ഇങ്ങനെ കൂടി വരുന്ന അവസ്ഥയിൽ ശരീരത്തെ ചൂടിൽ നിന്ന് രക്ഷിക്കുന്നതിനായിട്ട് ശീലിക്കാവുന്ന ചില സംഗതികൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ, ഡോക്ടർ സേവിയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളെ കുറെ പേർക്കൊക്കെ അറിയാം, പക്ഷെ കുറച്ച് പേർക്ക് അറിയില്ല. അതേപോലെ തന്നെ കുറെ പേർക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് അർത്ഥം. ഈ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ കുടിക്കാനായിട്ട് ശീലിക്കേണ്ട ചില സംഗതികളാണ് സംഭാരം, അതുപോലെ ഇളനീര്, കരിമ്പിൻ ജ്യൂസ്, ചുക്കിട്ട് തിളപ്പിച്ച വെള്ളം, മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം, ഇതൊക്കെ കുടിക്കാനായിട്ട് എടുക്കാം. ഓക്കെ, ഇളനീരും സംഭാരവും കാച്ചിമോരും ഒക്കെ പതിവായിട്ട് നമ്മൾ കേരളത്തിൽ നിത്യേന കഴിക്കുന്നതാണ്. ഈ ചൂടുകാലത്ത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ്. എന്നാൽ നിങ്ങൾക്ക് ഈ മല്ലിയുടെ ഉപയോഗം എന്താ, ചുക്കിന്റെ ഉപയോഗം എന്താന്നൊക്കെ തീർച്ചയായിട്ടും അറിഞ്ഞു എന്ന് വരില്ല. അതുപോലെ മല്ലിയിലിട്ട് വെന്തവെള്ളം, അതുപോലെ നമുക്ക് ചില ആയുർവേദ ഹെർബ്സ്, അതായത് നന്നാറിയില്ലേ, നറുനീണ്ടിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം, രാമച്ചം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം, ചന്ദനം ഇട്ട് വെന്ത വെള്ളം കുടിക്കാം. ഇനിയിപ്പോ ഷടങ്കപാനീയം എന്ന് പറയുന്ന നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, അത് കയറി കാണാം. ഓക്കെ, ആ ഷടങ്കപാനീയം കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇതൊക്കെ ശരീരത്തെ തണുപ്പിക്കുന്നതിന് വിശേഷം. ഈ ചുക്കുവെള്ളം കുടിക്കുന്നതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ചുക്ക് ദീപനമല്ലേ, ചൂടല്ലേ എന്ന് ചിലർ ചോദിക്കാം. അതായത് ഈ ചൂട് കാലത്ത് നമുക്ക് ശരീരത്തിൽ ചൂട് കൂടുമ്പോൾ നമ്മൾ ആ അഗ്നിയുടെ സീറ്റ് എന്ന് പറയുന്ന പശ്ചിമാനാശയം, അതായത് ആമാശയത്തിനും പക്വാശയത്തിനും ഇടയ്ക്കുള്ള പശ്ചിമാനാശയത്തിൽ നിന്ന് ആ അഗ്നി ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വികീർണം സംഭവിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ യഥാർത്ഥ സ്ഥാനത്ത് അഗ്നിബലം ഉണ്ടാവില്ല. അപ്പൊ അതുവഴി നിങ്ങൾ വീണ്ടും ധാരാളം വെള്ളം കുടിക്കുമ്പോൾ ഈ അഗ്നിബലം കുറയുന്നു, ദഹനക്കേട് ഉണ്ടാവുന്നു, കഫം വർദ്ധിക്കുന്നു. ആമാശയാശ്രിതമായിട്ട് ഈ കഫം വർദ്ധിച്ചിട്ട് അതുവഴി ചുമയും കഫക്കെട്ടും ജലദോഷവും ആസ്മ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുമ്പോൾ ഈ ഫ്രിഡ്ജിലെ വെള്ളമൊക്കെ ഒഴിവാക്കുക. ചുക്കിട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാലത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അഗ്നിക്ക് ദീപ്തി ഉണ്ടാവുകയും ചെയ്യും, ശരീരത്തെ തണുപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ മല്ലിയിട്ട് വെന്ത വെള്ളം കുടിച്ചാലും, മല്ലിയിലിട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാലും ഇതേ ഫലം തന്നെയാണ്. ഓക്കെ, അപ്പൊ പലരും ഈ ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞ് നീര് കുടിക്കും. ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് കുടിക്കുമ്പോൾ അതിലേക്ക് നമുക്ക് അല്പം മല്ലിയിലേക്ക് ചതച്ചിടാം. അതും ശരീരത്തെ തണുപ്പിക്കുന്നതിന് സഹായകരമാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ചുക്കിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുമ്പോഴത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ അഗ്നിക്ക് ദീപന ശക്തി ഉണ്ടാവും, ശരീരത്തിന് ഒരു സ്നിഗ്ധത കിട്ടും, പെട്ടെന്ന് ദഹിച്ച് ഈ വെള്ളം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യും. ഒപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തെയും എളുപ്പം ദഹിപ്പിക്കുന്നതിന് സഹായമാവുന്നു. ഒപ്പം തന്നെ മറ്റൊരു പോയിന്റ് എന്താ വെച്ചാൽ ഈ കഫം ആമാശയത്തിൽ വർദ്ധിക്കുന്നതിന് ക്ഷയിപ്പിക്കാനും സഹായകരമാവുന്നു. അതുവഴി ഈ ആമാശയാശ്രിതമായിട്ടും നെഞ്ചിലൊക്കെ കഫക്കെട്ടുണ്ടാവുന്നത് കുറയാനും ഈ ചുക്കിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് സഹായകരമാവും. ഇനിയിപ്പോ പ്രത്യേകിച്ച് അമിത ശരീരഭാരം, അതിസ്ഥൗല്യം, ഒബേസിറ്റി ഉള്ളവരൊക്കെ ആണെങ്കിൽ മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം, കൊത്തമല്ലിയില്ലേ, മുഴുവൻ മല്ലി, അത് ചതച്ചിട്ട് ഒരു 1-2 ടീസ്പൂൺ ഒരു 2 ലിറ്റർ വെള്ളത്തിലിട്ട് ഒരു 20 മിനിറ്റ് തിളപ്പിക്കുക. എന്നിട്ട് അത് അരിച്ച കളഞ്ഞിട്ട് ആ വെള്ളം നല്ലപോലെ കുടിച്ചോ. ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരം തണുക്കാനായിട്ടും സഹായകരമാവും, വെയിറ്റ് കുറയുന്നതിന്, ശരീരത്തിൽ അമിതമായിട്ടുള്ള ദുർമേധസ്സിനെ കുറയ്ക്കാനും സഹായകരമാവും. അതാണ് ഈ മല്ലിയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാലത്തെ ഗുണം. ഇനി ഇതേപോലെ ഈ ചൂട് കാലത്ത് ശരീരത്തെ തണുപ്പിക്കാനായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ പ്രമേഹ രോഗമുള്ളവര്, ഡയബറ്റീസ് വളരെയധികം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കുടിക്കേണ്ട വെള്ളം ബാർലിയിട്ട് തിളപ്പിച്ച വെള്ളം. ബാർലി വെള്ളം ആകുമ്പോൾ പ്രമേഹം നിയന്ത്രിക്കാനും സഹായിക്കും, നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷനൊക്കെ നോർമലൈസ് ചെയ്യാനായിട്ട് സഹായിക്കും, ശരീരത്തെ തണുപ്പിക്കുന്നതിന് സഹായിക്കുന്നു, ശരീരത്തിൽ അമിതമായിട്ടുള്ള ദുർമേധസ്സിനെയും കൊഴുപ്പിനെയും ഒക്കെ മൂത്രം വഴി പുറത്തു കളയുന്നതിനും സഹായകരമാകുന്നു. ഒപ്പം തന്നെ പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്താനും സഹായിക്കുന്നു, ക്ഷീണവും തളർച്ചയൊന്നും ഇല്ലാതാവുകയും ചെയ്യും, വെയിറ്റ് കുറയാനും സഹായകരമാവും. ഓക്കെ, സഹായകരമാവുന്നേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ മറ്റു ഭക്ഷണ രീതികളും ചിട്ടകളും പാലിച്ചാൽ വെയിറ്റും കൂടി കുറയുന്നതായിരിക്കും ഈ ബാർലിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ. അതാണ് ബാർലി വെള്ളത്തിന്റെ പ്രത്യേകത. അപ്പൊ അതും ഈ സമയത്ത് ശീലിക്കാം. പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്കും അമിത ശരീരഭാരം ഉള്ളവർക്കും ബാർലി വെള്ളവും ഉചിതമാണ്. കിഡ്നി സംബന്ധമായ തകരാറുള്ളവർക്കും ബാർലി വെള്ളം കുടിക്കാം. ഇനി അതുപോലെ പിത്ത രക്തദൂഷ്യങ്ങൾ, സ്കിൻ ഡിസീസോ അതല്ലെങ്കിൽ രക്തദുഷ്ടി കൊണ്ട് പിത്തദോഷം വർദ്ധിച്ചുണ്ടാവുന്ന പലതരം രോഗാവസ്ഥകളുള്ളവരുണ്ട്. അവർക്ക് ഈ സമയത്ത് വെള്ളം കുടിക്കാനായിട്ട് ഉചിതമാവുക രാമച്ചം ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന രാമച്ചം, ഉശീരം എന്ന് പറഞ്ഞാൽ മേടിക്കാൻ കിട്ടും, അങ്ങാടി മരുന്ന് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ നെല്ലിന്റെ വേര് പോലെയുള്ള ഒരു സംഗതിയാണ്. പലർക്കും അറിയാലോ, നിങ്ങൾ പലർക്കും അറിയാവുന്ന സംഗതി തന്നെയാണ്. ഈ രാമച്ചം മേടിക്കുക, കഴുകി കൊത്തി നുറുക്കി ചതച്ചിട്ടിട്ടേ ഒരു പിടി 2 ലിറ്റർ വെള്ളത്തിലിട്ട് 20 മിനിറ്റ് തിളപ്പിക്കുക, അരിച്ചെടുത്ത് വെക്കുക. വേണമെങ്കിൽ ഒരു കൂജയിൽ ഒഴിച്ചു വെച്ചോ, കൂടെ ഓരോ ഗ്ലാസ് കുടിച്ചാൽ ഈ ശരീരദാഹം, സന്താപം, ദേഹത്തില് ചുടിച്ചിൽ അനുഭവപ്പെടുക, പ്രത്യേകിച്ച് ഈ മെനോപോസ് സമയത്തൊക്കെ ഉണ്ടാവുന്ന ലേഡീസിന്, അതുപോലെ എന്തെങ്കിലും രക്തദോഷമോ സ്കിൻ പ്രോബ്ലംസോ രക്തവാത സംബന്ധമായ രോഗങ്ങളോ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് കുടിക്കാൻ ഉചിതമായിട്ടുള്ള വെള്ളമാണ് നമുക്ക് രാമച്ചം ഇട്ട് വെന്ത വെള്ളം. ഓക്കെ, അതുപോലെ ശരീരത്തിൽ എന്തെങ്കിലും ചുവന്ന് തടിച്ച് പുരുക്കൾ വരിക, അത്തരക്കാർക്കൊക്കെ ചന്ദനം, ശുദ്ധമായ ചന്ദനം വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇച്ചിരി വില കൂടുതലാണ്. ചന്ദനം അരച്ച് ലേപനം ചെയ്യാം. അത് ഈ സമയത്ത് ആചാര്യന്മാര് അഷ്ടാംഗത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, ശരീരത്തെ തണുപ്പിക്കാനായിട്ട്. ഇനി ചന്ദനം ചതച്ചിട്ട് വെന്ത വെള്ളം, തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും നല്ലതാണ്, ശരീരത്തെ തണുപ്പിക്കുന്നതിന് സഹായകരമാവും. ഇതൊക്കെയാണ് ആയുർവേദ ഔഷധ ദ്രവ്യങ്ങൾ. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഈ ഇളനീരും സംഭാരവും കാച്ചിമോരും കരിമ്പിൻ നീരും ഒക്കെ കുടിക്കുന്നതല്ലാണ്. ഇനി പഴങ്ങൾ പറയുകയാണെങ്കിൽ
എല്ലാ ഫ്രൂട്ട്സും പൊതുവെ തണുപ്പാ, ശരീരത്തെ തണുപ്പിക്കാനായിട്ട് വിശേഷം. അപ്പൊ അതുകൊണ്ട് എല്ലാ ഫ്രൂട്ട്സും ഈ സമയത്ത് ധാരാളമായിട്ട് കഴിക്കാം. ഇനി നിങ്ങൾക്ക് അതൊക്കെ ജ്യൂസ് അടിച്ച് കഴിക്കണമെങ്കിൽ കഴിക്കാം. അതിന് പ്രത്യേകമായിട്ട് തണുപ്പ് കൂടുതലുള്ള ദ്രവ്യങ്ങളാണ് രണ്ട് സംഗതി ഇവിടെ എടുത്ത് പറയാം. അതായത് തണ്ണിമത്തനും മുന്തിരിയും. ഇത് രണ്ടും തണുപ്പ് കൂടുതലാണ്, ശീതവീര്യമാണ്. അപ്പൊ അതുകൊണ്ട് ദ്രാക്ഷാദി കഷായമൊക്കെ ഈ സമയത്ത് വരുന്ന രോഗാവസ്ഥകളിൽ ചില കണ്ടീഷൻസിൽ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാറുണ്ട്, ഞാനും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പൊ ദ്രാക്ഷാദി കഷായം പാനജലായിട്ട് കഴിക്കാം. ഓക്കെ, അതുപോലെ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നിട്ട് കുതിർത്ത് കഴിക്കാം. ഇനി അതുപോലെ മുന്തിരി ധാരാളമായിട്ട് കഴിക്കാം, മുന്തിരി ജ്യൂസ് കഴിക്കാം. ഇതൊക്കെ ശരീരത്തെ തണുപ്പിക്കുന്നതിന്, ശോധന ഉണ്ടാക്കുന്നതിന്, സുഖവിരേചനം ഉണ്ടാക്കുന്നതിന്, വിരേചന സ്വഭാവം മുന്തിരിക്ക് ദ്രാക്ഷയ്ക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ആ രീതിയിലും ഉപയോഗിക്കാം. മുന്തിരി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനി നന്നാറി, നറുനീണ്ടി പറഞ്ഞല്ലോ, നറുനീണ്ടി നമ്മൾ ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. ഇതേ അളവിൽ ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ രാമച്ചെടുക്കാനായിട്ട് പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 10-20 ഗ്രാം 2 ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിക്കുക, അരിച്ചെടുത്ത് വെച്ചിട്ട് അത് കുറേശ്ശെ കുടിക്കാം. നമ്മൾ ഈ നറുനീണ്ടി സർബത്തൊക്കെ ഉണ്ടാക്കി കഴിക്കില്ലേ, അത് ഈ ശരീരത്തെ തണുപ്പിക്കുന്നതിന് വേണ്ടിയാ. ഈ ചൂടിന്ന് ശരീരത്തെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ സ്ത്രീ രോഗങ്ങളില്ലേ, ഉഷ്ണരോഗങ്ങൾ, അസ്ഥിയുരുക്കം, അസ്ഥിസ്രാവം, അതുപോലെ ശരീരത്തിൽ ചൂട് കൂടിയിട്ടുള്ള അവസ്ഥകൾ, ഇതൊക്കെ ശമിപ്പിക്കാനും ഈ നറുനീണ്ടി, നന്നാറി എന്ന് വിളിക്കുന്ന സംഗതി അതിട്ട് വെന്ത വെള്ളം കൊണ്ട് കുളിക്കാനെടുക്കാം. അതുപോലെ തിളപ്പിച്ച് അരിച്ചെടുത്ത് കുടിക്കുന്നതും ഉചിതമാണ് നറുനീണ്ടി. ഓക്കെ, പഴങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് ഈ സമയത്ത് പ്രകൃതി നമുക്ക് കനിഞ്ഞ അരുളി തരുന്ന, ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ള അതിന് തന്നെയാണ്. ഈ സമയത്താണ് മാമ്പഴം ധാരാളമായിട്ടുണ്ടാവും, ചക്കപ്പഴം ധാരാളമായിട്ടുണ്ടാവും. ഇതൊക്കെ മനുഷ്യരാശിക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടി ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ളതാ. അപ്പൊ ഈ ചക്കയും മാങ്ങയും പേരക്കയും ഒക്കെ ധാരാളമായിട്ട് ഈ സമയത്ത് കഴിക്കാം. ദഹനശക്തി ഉള്ളവർ, ചെറിയ ദഹനക്കേടും ദഹന തകരാറുള്ളവരൊക്കെ ആണെങ്കിൽ ചക്കയും ചക്കക്കുരൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതല്ലെങ്കിൽ പഴുത്ത ചക്ക കഴിക്കുന്നത് നല്ലതാണ്, ശരീരത്തെ തണുപ്പിക്കാൻ ഒന്നാന്തരമാണ്. അതുപോലെ തന്നെയാണ് മാമ്പഴവും, മാമ്പഴ ജ്യൂസും, അതുപോലെ നമുക്ക് പേരക്കയും പേരക്ക ജ്യൂസും ഒക്കെ കഴിക്കാം. ഇനി നമുക്ക് കൂടുതലായിട്ട് കഴിക്കേണ്ട രണ്ട് സംഗതി നേരത്തെ പറഞ്ഞ പോലെ മുന്തിരി കൂടുതലായിട്ട് കഴിക്കാം, തണുപ്പുണ്ടാക്കും. പക്ഷെ അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ആസ്മയും കഫക്കെട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ മുന്തിരിങ്ങ ഒഴിവാക്കണം. തണുപ്പ് കൂടി കഴിഞ്ഞാൽ കഫക്കെട്ട് കൂടും. ചുമയും കഫക്കെട്ടും, ചുമയും ആസ്മയും ജലദോഷവും ഒക്കെ കൂടാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്രക്കാര്യം മുന്തിരി ഒഴിവാക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ഈ തണ്ണിമത്തൻ തണുപ്പാണ്, അതുകൊണ്ട് തണുപ്പ് ശരീരത്തെ തണുപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് തണ്ണിമത്തൻ. അത് ജ്യൂസ് അടിച്ച് കഴിക്കാം, ധാരാളമായിട്ട് കഴിക്കാം. ഇതേ ഫാമിലിയിൽ പെട്ട സംഗതിയാണ് നമുക്ക് കുമ്പളങ്ങിയും വെള്ളരിക്കയും കുക്കുംബറും ഒക്കെ, ഇതും ധാരാളമായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പംകിൻ, മത്തങ്ങയും കുമ്പളങ്ങിയും വെള്ളരിക്കയും കുക്കുംബറും തണ്ണിമത്തനും ഈ സമയത്ത് കൂടുതലായിട്ട് കഴിക്കുന്നത് ശരീരത്തെ തണുപ്പിക്കാനായിട്ട് സഹായകരമാവും തീർച്ചയായിട്ടും. ഇനി ഇതിന്റെ ചില ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുമ്പളങ്ങിയൊക്കെ ജ്യൂസ് അടിച്ച് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്ന ഒരു പതിവുണ്ട്. അതെന്തിനാണെന്നറിയോ? വിശപ്പിനെ നിയന്ത്രിക്കുന്നതിനും അമിത ശരീരഭാരം ഇല്ലാതാക്കുന്നതിനും എന്തിനേയും ദഹിപ്പിക്കുന്നതിനുള്ള ഒരു കഴിവുണ്ട് കുമ്പളങ്ങിക്ക്. അതുകൊണ്ട് കുമ്പളങ്ങി നീരൊക്കെ ശരീരത്തിൽ അമിതമായിട്ട് അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പിനെ അലിയിച്ച് കളയുന്നതിന് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അമിത ശരീരഭാരം ഉള്ള ഒരു വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആയിട്ട് കുമ്പളങ്ങി ജ്യൂസ് രാവിലെ വെറും വയറ്റിൽ അടിച്ച് കഴിക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ. ഈ സമയത്ത് കുമ്പളങ്ങ കൂടുതലായിട്ട് കഴിക്കുക, കുമ്പളങ്ങ നീര് കൂടുതലായിട്ട് കഴിക്കുക. ഇതൊക്കെ വെയിറ്റ് കുറയുന്നതിനും ശരീരത്തിലെ കൊഴുപ്പ് കുറയുന്നതിനും ഒപ്പം തന്നെ ദഹനശക്തി ഉണ്ടാക്കുന്നതിനും അതുപോലെ ഈ ശരീര ക്ഷീണം കുറയുന്നതിനും ശരീരത്തിന് വേണ്ടത്ര ജലാംശം നൽകുന്നതിന്, ഡീഹൈഡ്രേഷൻ ഒക്കെ നിയന്ത്രിക്കുന്നതിനും ഈ കുമ്പളങ്ങയും വെള്ളരിക്കയും കുക്കുംബറും തണ്ണിമത്തനും കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ശരീരത്തെ തണുപ്പിക്കാനായിട്ട് പച്ചക്കറികളിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ വെള്ളരിക്കയും കുമ്പളങ്ങയും ഒക്കെ കൂടുതലായിട്ട് കഴിക്കാൻ നല്ലത് തന്നെയാണ്. അതിന്റെ കൂടെ കയ്പക്കയും പച്ചച്ചീരയും ശരീരത്തെ തണുപ്പിക്കുന്നതിന് വളരെ നല്ല സംഗതിയാണ്. ഈ സമയത്ത് ചൂട് കൂടുന്നത് വഴി ശരീരത്തിനുണ്ടാകുന്ന പല രോഗാവസ്ഥകളെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു ഈ പച്ചച്ചീരയും അതുപോലെ കയ്പയ്ക്ക. സംഗതി കയ്പനാണെങ്കിലും സംഗതി ഒരുപാട് ഗുണങ്ങൾ, ധാരാളം അയൺ കണ്ടന്റിനും രക്തശുദ്ധി വരുത്തുന്നതിനും ശരീരത്തെ തണുപ്പിക്കുന്നതിനും ഒക്കെ സഹായകരമായ സംഗതിയാണ് കയ്പയ്ക്ക. അപ്പൊ അതും ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും സഹായകരമാവും. നേരത്തെ ഔഷധ സസ്യങ്ങളെ പറ്റി പറയുമ്പോൾ പറയാൻ വിട്ടുപോയ ചില സംഗതികൾ കൂടെ ഇവിടെ കൂട്ടിച്ചേർക്കാം. അതായത് ചന്ദനം, ഇരുവേലി, രാമച്ചം, മുത്തങ്ങ, പർപ്പടകപ്പുല്ല്, ഇതൊക്കെ ശരീരത്തെ തണുപ്പിക്കുന്ന നിങ്ങൾക്കറിയാലോ. അതുപോലെ തന്നെയാണ് ശതാവരിക്കിഴങ്ങും ചിറ്റമൃതും ഇരട്ടിമധുരവും നെല്ലിക്കയും കൊത്തമല്ലിയും ഒക്കെ ശരീരത്തെ തണുപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊക്കെ ചേർത്ത് നിങ്ങൾക്ക് പാനജലായിട്ട് കഴിക്കാം, ജ്യൂസ് അടിക്കുമ്പോൾ അതിന്റെ കൂടെ ചേർക്കാം, കഷായം വെച്ച് കഴിക്കാം, കഷായ ധാര കോരാം, അതൊക്കെ സഹായിക്കാം. അപ്പൊ ഇരട്ടിമധുരം നമുക്ക് ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. അതുപോലെ ഇരട്ടിമധുരം കഷായം കൊണ്ട് ഇപ്പൊ ചുടിച്ചില്, പുകച്ചില്, സൺബേൺ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇരട്ടിമധുരം കഷായം കൊണ്ട് അവിടെ ധാര കോരാം. അതും ആ ശരീരത്തെ തണുപ്പിക്കുന്നതിനും ആ സൺബേൺ അത്തരം സംഗതികളെ ശമിപ്പിക്കുന്നതിന്, അതായത് കലശലായിട്ട് ഇപ്പൊ 11 മണി മുതൽ 3 മണി വരെ വെയിലത്ത് പോകരുതാന്ന് പറഞ്ഞാലും നിങ്ങൾ പോകില്ലോ. അപ്പോ അതുവഴി സൺബേൺ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഇരട്ടിമധുര കഷായം വെക്കുക, തണുത്തതിന് ശേഷം അതുകൊണ്ട് ധാര കോരുന്നത് നല്ലതാണ്. ഇനി അങ്ങനെ ചുടിച്ചിലോ മറ്റോ ഉണ്ടായി കഴിഞ്ഞാൽ പൊള്ളലേറ്റാൽ പോലും പുരട്ടാവുന്ന വീട്ടിൽ അവൈലബിൾ ആയിട്ട് പെട്ടെന്ന് കിട്ടുന്ന സംഗതിയാണ് തേൻ. അതും ശരീരത്തെ തണുപ്പിക്കുന്ന നല്ലതാണ്. തേൻ ഒരിക്കലും ചൂടാക്കി ഉപയോഗിക്കരുത്, ചൂടുവെള്ളത്തിൽ ചേർത്ത് ഉപയോഗിക്കരുത്. തണുത്ത വെള്ളത്തിൽ എന്ന് പറയുമ്പോൾ ഫ്രിഡ്ജിലെ വെള്ളമില്ല കേട്ടോ, റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ വേണമെങ്കിൽ കൂജയിൽ വെച്ചോ, അതിലേക്ക് തേൻ ചേർത്ത് കഴിക്കുന്നതും ശരീരത്തെ തണുപ്പിക്കുന്നതിന് സഹായകരമാവും. പക്ഷെ തേൻ അമിതമായിട്ട് കഴിച്ചാൽ കോൺസ്റ്റിപ്പേഷന് സാധ്യതയുണ്ട്. അപ്പം മലബന്ധം, പൈൽസ്, കോൺസ്റ്റിപ്പേഷൻ ഇത്തരം പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ തേൻ അധികം കഴിക്കാതിരിക്കുന്നതിലാണ്. അതുപോലെ ഉറക്കക്കുറവ്, ഇൻസോമിനിയ ഉള്ളവരും തേൻ ചേർത്ത് വെള്ളം കഴിക്കാതിരിക്കണം. ഓക്കെ, മല്ലിയിട്ട് തിളപ്പിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് കുറയുന്നതിനും കൂടെ സഹായകരമാവും. ഈ ചിറ്റമൃത് വാതരക്ത സംബന്ധമായ രോഗങ്ങൾ, അതുപോലെ പ്രമേഹ സംബന്ധിയായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവരൊക്കെ ആണെങ്കിൽ ചിറ്റമൃത് ചതച്ചിട്ട് ഒരു രാത്രി വെള്ളത്തിലിട്ട് വെക്കുക,
കുടിക്കുക, പിറ്റേന്ന് രാവിലെ വെള്ളം കുടിക്കുക. അത് പ്രമേഹം കുറയുന്നതിനും രക്തവാത സംബന്ധമായ രോഗാവസ്ഥകളുള്ളവരും ഇനി ചെറുതായിട്ട് അസിഡിറ്റി പോലുള്ള ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അതിനും സമാധാനം കിട്ടുന്നതിന് സഹായിക്കും ചിറ്റമൃത് ചതച്ചിട്ട് വെള്ളം കുടിച്ചാൽ. ഈ നെല്ലിക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ നെല്ലിക്ക നമുക്ക് ജ്യൂസ് ആയിട്ട് കഴിക്കാം. നെല്ലിക്ക ഉണക്ക നെല്ലിക്ക വാങ്ങി കഷായം കുടിക്കാം. ഉണക്ക നെല്ലിക്ക വാങ്ങി പാനജലായിട്ട്, അതായത് ഒരു പിടി ഉണക്ക നെല്ലിക്ക കഴുകി ഒരു 2 ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിക്കുക, അത് അരിച്ചെടുത്ത് വെച്ചിട്ട് അത് കുറേശ്ശെ കുടിക്കാം. അപ്പൊ അത് പ്രമേഹ രോഗികൾക്ക് സഹായകമാവും. ഇനി നെല്ലിക്കയുടെ മറ്റു ഗുണങ്ങൾ നിങ്ങൾ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലോ. 6 രസങ്ങളുള്ളതിൽ 5 രസങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ത്വക്കിന് വളരെ നല്ലതാണ്. ആന്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുള്ള സംഗതിയാണ്. പ്രമേഹത്തെ ശമിപ്പിക്കുന്നതിന് നല്ലതാണ്. ശരീരത്തെ മൊത്തത്തിൽ തണുപ്പിക്കുന്നതിന് നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം അവസ്ഥകളിലൊക്കെ നെല്ലിക്ക കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് നെല്ലിക്കക്ക് ഒരു 4 നെല്ലിക്ക കുരു കളഞ്ഞിട്ട് ജ്യൂസ് അടിച്ച് രാവിലെ വെറും വയറ്റിൽ പതിവായിട്ട് കഴിച്ചാൽ ചർമ്മം സ്മൂത്ത് ആവുന്നതിനും സോഫ്റ്റ് ആവുന്നതിനും പിന്നിൽ വരുന്ന പാടുകളും കലകളും ഒക്കെ മങ്ങിപ്പോകുന്നതിന്, പ്രമേഹം കുറയുന്നതിന്, ശോധന ഉണ്ടാവുന്നതിന്, രക്തശുദ്ധി വരുന്നതിന്, രക്തപുഷ്ടി ഉണ്ടാവുന്നതിന്, അയൺ കണ്ടന്റ് ശരീരത്തിൽ ഹീമോഗ്ലോബിൻ കൂടുന്നതിന് ഒക്കെ സഹായകരമായ സംഗതിയാണ് പച്ച നെല്ലിക്ക ജ്യൂസ് അടിച്ച് കഴിക്കുന്നത്. ഓക്കെ, കുരുകളയ ഒരു 3-4 ജ്യൂസ് അടിച്ച് അതിൽ അല്പം ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ ചേർക്കാം, അല്പം തേൻ വേണമെങ്കിൽ ചേർക്കാം, മല്ലിയില കൂടെ ചേർത്തിട്ട് ജ്യൂസ് അടിച്ച് കഴിക്കാം. നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാവുന്നതാണ്. ഇതിന്റെ കൂടെ അലോവേര, കുമാരി എന്ന് വിളിക്കുന്ന ടാർവാഴയില്ലേ, അതിന്റെ ജെല്ലിയും കൂടെ ചേർത്ത് ജ്യൂസ് അടിക്കുന്നവരുണ്ട്. ഇങ്ങനെ കഴിച്ചാലും വളരെ നല്ലതാണ്. ശരീരത്തെ തണുപ്പിക്കുന്നതിനും സ്കിന്നിന്റെ ആരോഗ്യത്തിന് വേണ്ടിയും ഈ രീതിയിൽ പ്രയോഗിക്കാം. പ്രമേഹം കുറയുന്നതിനും ബ്ലഡ് കൗണ്ട് കൂടുന്നതിന്, ഹീമോഗ്ലോബിൻ കൂടുന്നതിനൊക്കെ സഹായകരമാകാനും കൂടി നെല്ലിക്ക കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും 2-3 ലിറ്റർ വെള്ളം പതിവായിട്ട് കുടിക്കുന്നത് ശ്രദ്ധിക്കുക. ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് അതുപോലെ 11 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് വെയിൽ കൊള്ളാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് നിത്യേന ചന്ദനമൊക്കെ അരച്ച് ലേപനം ചെയ്ത് കുളിക്കുന്നത് നല്ലതാണ്. ഈ സമയത്ത് ശരീരത്തെ തണുപ്പിക്കാൻ നല്ലതാണ്. ചന്ദ്രന്റെ നിലാവ് കൊള്ളുന്നത് നല്ലതാണ്. ശരീരത്തെ തണുപ്പിക്കാനായിട്ട് രാത്രി കാലങ്ങളിൽ സന്ധ്യാസമയങ്ങളിൽ മട്ടുപ്പാവിലൊക്കെ കയറിയിരുന്ന് ചന്ദ്രന്റെ നിലാവ് കൊള്ളാൻ അഷ്ടാംഗത്തിൽ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള സംഗതിയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ ഷടങ്കപാനീയം, ഷടങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുത്തങ്ങ, ഇരുവേലി, ചന്ദനം, രാമച്ചം, പറപ്പടപ്പുല്ല്, ഇതിന്റെ കൂടെ ചുക്കും കൂടി ചേർന്നാണ് ഈ ഷടങ്കം എന്ന് പറയുന്ന സംഗതി. ഈ ഷടങ്ക പാനീയം ആയിട്ട് തോയകൽപ്പനയും വിധിച്ചിട്ടുണ്ട് ആചാര്യന്മാര്. അതായത് ഈ 6 കൂട്ടം മരുന്ന് ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് അതും നിത്യേന ശീലിക്കുന്നതും ശരീരത്തെ തണുപ്പിക്കാൻ നല്ലതാണ്. ഓക്കെ, ഇപ്പൊ ഈ വീഡിയോ തീർച്ചയായിട്ടും ഈ സമയത്ത് വളരെയധികം കാലിക പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ കൊടുത്തിട്ടുള്ള വീഡിയോന്റെ ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും, കയറി കാണാവുന്നതാണ്. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദ